സുന്ദരമായി ജീവിച്ചു മരിച്ചവർക്ക് മിന്നാമിനുങ്ങുകളായി പുനർജനിക്കാൻ കഴിയുമത്രേ. ആത്മഹത്യ ചെയ്തവർക്ക് ചിറകുകൾ മുളയ്ക്കില്ലത്രേ. മുത്തശ്ശി പറഞ്ഞ കഥ. ഡേവിഡ്, ഇനിയും വയ്യ. ഞാൻ വിടുവാണ്. ഞാൻ ആലോചിച്ചിട്ട് ഇതേ വഴിയുള്ളൂ. ജോലി കൈവിട്ടു പോകലിൻ്റെ വക്കില. എതിരെ പാഞ്ഞു വരുന്ന ഏതോ ഒരു ട്രക്ക് ഡ്രൈവറുടെ മുമ്പിൽ എല്ലാം തീർക്കണം. നല്ലൊരു തുക ഇൻഷുറൻസായി കിട്ടും. ഒരു അപകട മരണം. അങ്ങനെ നീ പോലും വിശ്വസിക്കാം. നാട്ടിൽ ബാങ്കിലെ കടം തീർത്ത് വീടിൻ്റെ രേഖകൾ പപ്പയെ ഏൽപ്പിക്കണം. ആൻസിയുടെ കല്യാണത്തിനുള്ളത് ബാങ്കിലിടണം. മമ്മയെ ഇടയ്ക്കൊക്കെ നീ വീട്ടിൽ പോയി കാണണം. ഡയാലിസിസ് തെറ്റാതെ നോക്കണം. ആത്മഹത്യയാണെന്നറിഞ്ഞ ഇൻഷുറൻസ് തുക കിട്ടില്ല. നിന്നോട് മാത്രമേ എനിക്ക് പറയാനാവൂ. സ്നേഹത്തോടെ അലക്സ്. മാഷാണ്, കൊള്ളാമല്ലോ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ആത്മഹത്യാ കുറിപ്പ് കാണുന്നേ. ഞാനിതൊന്ന് കണ്ടോട്ടെ മാഷേ. എന്താടോ ഇപ്പൊ തന്റെ പ്രശ്നം? ആരാ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പ്രശ്നം എനിക്കല്ലല്ലോ, മാഷിനല്ലേ. കണ്ടിട്ട് ഗ്ലാമറിനല്ലാതെ വലിയ കുറവൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ മരിക്കാൻ പോകുന്നവരെ തൊട്ടു മുന്നേ കാണുന്നത് ആദ്യമായിട്ടാ. എങ്ങനാ? കാറ് കൊണ്ടുപോയി ട്രക്കിലിടിച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയാണല്ലേ. പക്ഷേ പുതുമയില്ല മാഷേ. 80കളിലെ പടങ്ങളിലെ സ്ഥിരം ഫോമുലയാ. താനൊന്ന് പോയി തരുമോ? ഷേടാ, ഇത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല. മനുഷ്യന് മനസ്സമാധാനമായിട്ടൊരു കത്ത് എഴുതാൻ പറ്റില്ല എന്ന് വെച്ചാ? ഓ, ഞാനങ്ങ് പോയേക്കാവേ. കാറ്റും കൊണ്ടിരുന്നപ്പോ ഞാനിപ്പോ ചവേന്ന് ഭാവത്ത് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ തോന്നിയതാ ഇതൊരു കടലിച്ചാട്ടമാണെന്ന്. പദ്ധതി ഇത്ര വിപുലമാണെന്ന് ഇപ്പോഴല്ലേ അറിയുന്നേ. അല്ല, എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഫ്രെയിമുകളൊക്കെ പഴയതാ കുട്ടി. കടം കയറി ആത്മഹത്യക്കൊരുങ്ങുന്ന അച്ഛൻ, കല്യാണം മുടങ്ങി നിൽക്കുന്ന പെങ്ങൾ, രോഗിയായ അമ്മ എന്ന് വെച്ചാ നമ്മുടെ ഇൻഹരിയർ നഗറിലെ അപ്പക്കുട്ടൻ ലൈൻ. ഒന്ന് പോ മാഷേ. കാശ് വേണം കുട്ടി, വേറെ വഴിയില്ല. ഇയാളിങ്ങനെ കണ്ണും തുറിച്ച് റോഡിൽ മലർന്നു കിടന്ന ഇൻഷുറൻസ് കാശ് വീട്ടിലെത്തുന്ന വിചാരം തോന്നല എന്റെ അലക്സ് ചായ. വണ്ടിക്ക് അടവയ്ക്കിടെങ്കിൽ പോലും നിയമവും ഫൈനും ഒക്കെയുള്ള നാട്ടിലാ സൂയിസൈഡിന് നടക്കുന്നത്. ഫയൽ മടക്കിക്കോ മാഷേ, എന്നിട്ട് വല്ല ജോലിയും ചെയ്ത് കാശുണ്ടാക്കാൻ നോക്ക്. ഇങ്ങോട്ട് വാ. ഇത് മണ്ണ് വേറെയാ കുട്ടി. ഇവിടെ ദിവസങ്ങൾക്ക് മാത്രമേ നീളം കൂടൂ, പണത്തിന് കൂടില്ല. താൻ പോയേ 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 എനിക്കൊരു തിരക്കുണ്ട്, പോയേ. എന്തായാലും മാഷ് ബോർഡിൽ റീത്ത് വെക്കാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ ഞാൻ പോകുന്നത് എനിക്കൊരു കമ്പനി താ മാഷേ. ഡാഡി ആണെങ്കിൽ എന്നെ ഇവിടെ ആക്കിയിട്ട് ഡോക്ടറുകളിലെ കാണാൻ പോയേക്കുവാ. ഇപ്പൊ എത്തും. അതുവരെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ എനിക്കൊരു കൂട്ടായല്ലോ. ആരാ താൻ? എന്താ ഉദ്ദേശം? ഇങ്ങോട്ട് വന്നേ, നമുക്ക് നടക്കാം. അല്ലേലും പണ്ടാരണ്ടോ പറഞ്ഞിട്ടുണ്ട്, ലോകത്തൊരു പുരുഷനും ഒരു പെണ്ണിനും മുമ്പിൽ വലിയവനല്ല. നാണമില്ലാതെ ഞാനിങ്ങനെ നടക്കുക. ഏതോ ഒരു പെണ്ണ് വന്ന് വിളിച്ചപ്പോ ആ പറഞ്ഞത് മമ്മൂട്ടിയാ, പറയിപ്പിച്ചത് ശ്യാമപ്രസാദും. അതെ, ഒരേ കടലിലെ ഡയലോഗാ. പിന്നെ ഞാൻ ഏതോ പെണ്ണല്ല കേട്ടോ.
സേറ ഫ്രാൻസിസ്, അതാണ് എന്റെ പേര്. എന്താലേ ഈ കടലൊരു സംഭവം. ഇങ്ങനെ പരന്ന് പടർന്ന് അങ്ങനെ കിടക്കും. ഉള്ളിൽ എന്തോരം പ്രശ്നങ്ങളാ, എന്നാലും പുറത്ത് കാണിക്കില്ല. തനിക്ക് കടലിന്റെ നിറം എന്താണെന്നറിയാം? കണ്ടൂടായോ? നീല. നല്ല കുട്ടി, പച്ച, ഇളം പച്ച. പ്രശ്നങ്ങളുടെ ഈ പായൽ വഴുക്കുന്ന ഇളം പച്ചപ്പ് ആരും ശ്രദ്ധിക്കാറില്ല. ആര് ചോദിച്ചാലും കടലിന്റെ നിറം നീല എന്നേ നമ്മൾ പറയും. ചേടാ, ആളൊരു സംഭവാട്ടോ. ഇങ്ങനൊക്കെ ഡയലോഗ് അടിക്കുന്ന ആളാ ചാവാൻ നടക്കുന്നേ. ഇടോ, ഞാൻ ചത്താ തനിക്കെന്താ? മനുഷ്യനെ കറുമ്പാ, ചുമ്മാ ചൂടാവല്ലേ. ഞാൻ ചുമ്മാ നനത്തിയതല്ലേ. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാലോ? താൻ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കലൊക്കെ അങ്ങ് തീർത്തതാ, പക്ഷെ ചത്തില്ല. ബ്ലേഡ് വെച്ച് കഴിഞ്ഞരമ്പിൽ ഒറ്റ വരാം. എന്റെ ഈശോയെ, എന്നാ രക്തമായിരുന്നറിയോ? സത്യമായിട്ട് ഞാനങ്ങ് പേടിച്ചുപോയി. രക്തം ചാടുന്ന കണ്ടപ്പോ ഒരു തലകറക്കവും വെപ്രാളവും. ഞാൻ കാറ് പോവേന്ന് കിടന്ന് കാറി. പണി പാളിയില്ലേ. അമ്മ കണ്ടോണ്ട് ഇത് കൈയോടെ പിടിച്ചു. എന്താ കാരണം? ഗർഭം. ആർക്ക്? എനിക്ക്. എന്നിട്ട് ചതിയാ മാഷെ. ഈ പ്രണയം എന്തൊക്കെയോ സംഭവം പറഞ്ഞ് ഒരു പണി കിട്ടിയതാ. ഒരു പാലാക്കാരൻ അച്ചായൻ ചക്കൻ പൊടിയും തട്ടി പോയപ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ആ കാലം പോയി. അമ്മയാണെ കയറി ഒരൊറ്റ തൂങ്ങൽ. അങ്ങനെ അമ്മയെ കൊന്നവളുമായി. അങ്ങനെ അടാടി ഇവിടെ കൊണ്ടുവന്ന് പാത്ത് വെച്ചേക്കുന്നേ. എന്തോരം കഥകളല്ലേ ഓരോരുത്തർക്ക്. സത്യം പറയാലോ, ഞാൻ ഓർത്തു തെറിച്ച് നടക്കുന്ന ഏതോ പൊട്ടി പെണ്ണാണ്. ഇതിപ്പോ സമ്മറിൻ ബത്ലഹേമിലെ അഭിരാമിയെ പോലെ ആയല്ലോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചില്ലറത്തുട്ടുകളാട്ടോ. തൻ്റേതൊരു ചെക്കിൽ എഴുതിയാലും തീരില്ല. അല്ല, അച്ഛനോട് ബിസിനസ്സാ? ആയിരുന്നു. ഇപ്പൊ ഒക്കെ പൊട്ടി. ഒടുക്കത്തെ കുടിയും വലിയവാ. ഇപ്പൊ ലെങ്സി മറ്റേ സംഭവം കയറി പിടിക്കുകയും ചെയ്തു. ക്യാൻസറെ. യുവരാജിനെ പോലെ അടുത്ത ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനാ പ്ലാൻ. ഇപ്പൊ കടം വാങ്ങിയ ചികിത്സ. പക്ഷെ നടക്കില്ലടോ. ഡോക്ടർ അങ്കിൾ മാക്സിമം 40 ഡേയ്സാ പറഞ്ഞിരിക്കുന്നത്. നാട്ടിലെ വീടും വിറ്റു. ചുരുക്കി പറഞ്ഞ മൂപ്പിലാൻ പോയ നമ്മുടെ കാര്യം സ്വാഹ. കടലിന്റെ മുന്നിൽ വെച്ച് ചില്ലുപാത്രത്തില് ഒരു വർണ്ണ മത്സ്യോടോ ഇപ്പൊ ഈ 34-22-34. ഷെഡോ, എന്താ ഇത്? ഇതിപ്പോ ടെൻഷൻ മുഴുവൻ എനിക്കായല്ലോ. എവിടെയോ വായിച്ചിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. ശരിയല്ലേ? അല്ല മാഷേ, തനിക്ക് വായിച്ചതും ആരൊക്കെയോ മുമ്പ് പറഞ്ഞതും അല്ലാണ്ട് സ്വന്തമായിട്ട് ഡയലോഗ്സ് ഒന്നും ഇല്ലേ? അല്ല, മാഷിന്റെ മസിലൊക്കെ എവിടെ പോയി? ചാകുന്നില്ലേ? ചാകാനേ എനിക്ക് മനസ്സിൽ. എന്നാ ഞാൻ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ കുറച്ചു നേരം, വെറുതെ. സീൻ തീർന്നേ. ഇനി നോ ബോഡി ടച്ചിങ്സ്. അല്ലേലും ഈ മണ്ടിപ്പും പിള്ളേർ ഇങ്ങനെ നല്ലൊരു നെഞ്ച് കണ്ട ടിം ഫ്ലാറ്റ്. നമുക്ക് പിന്നെ നടന്നാലോ? ഇരിക്കുന്നവരെ കണ്ടോ? മലയാളികളാ. എങ്ങനെ അറിയാം? ഇമ്മാരെ നോട്ടം മലയാളികൾക്ക് ഒരു മയവും ഇല്ലാണ്ട്. എന്താ നോക്കുന്നത്? വന്ന് വന്ന് സദാചാര പോലീസ് ഇപ്പൊ ഇവിടെ എത്തിയോ? അലക്സ് വേണ്ട, നമുക്ക് പോവാം. താൻ അവിടെ നിക്കേ, ഞാനിപ്പോ വരാം. വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലടാ. എന്താണ് നീ പറഞ്ഞ? തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ പോകേണ്ട ഹോസ്പിറ്റലിലേക്കാ. ഓരോന്ന് വന്നോളൂ. ഞാൻ പറഞ്ഞതല്ലേ. അല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവരങ്ങ് പോയേനെ. ഒരു സീൻ പിടിച്ചു എന്ന് വെച്ചിട്ട് വലിയ തെറ്റൊന്നുമല്ല. ഇതിപ്പോ ഹീറോയിസം കാണിച്ച് അടിയേരെന്ന് വാങ്ങി.
ഒരു മാതിരി ചാപ്പാകുരിശിലെ വിനീത് ശ്രീനിവാസനെ പോലെ. അല്ല, സംഭവം എന്താ അറിയോ, അല്ലേലും പെണ്ണൊരുത്തി കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആണുങ്ങൾക്ക് ഇച്ചിരി ഹീറോയിസം കൂടുതലാണ്. നിയന്ത്രിക്കാൻ പറ്റാത്തോണ്ടാ. അവസാനം നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുമ്പോൾ ഞങ്ങൾ കുടിച്ച മദ്യവും കൊണ്ടാടിയും വേസ്റ്റ്. ബ്യൂട്ടിഫുൾ കണ്ടിരുന്നല്ലോ അല്ലേ? ഇത്രയൊക്കെയുള്ളൂ ആശാന്റെ നമ്മുടെ പ്രശ്നം. ഷെയർ ചെയ്താ മതി, എല്ലാം സോൾവ് ആവും. അമ്മേ, എവിടെ നോക്കിയാണോ താനൊക്കെ വണ്ടി ഓടിക്കുന്നത്? شو مشكلة؟ ليش؟ طلع برا، شو؟ بدي شيل معي جواز سافر معك كده؟ ها؟ ദേ, ആ വഴിപിരിയുന്ന ഇടം വരെ ഉള്ളൂ കേട്ടോ ഞാൻ. എന്താ അപ്പൊ തന്റെ പ്ലാൻ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏതെങ്കിലും ഒരാൾ വരും, വിളിക്കുമ്പോ കൂടെ പോകും. ഞാൻ വിളിക്കട്ടെ, ആത്മാർത്ഥമായിട്ട്? വേണ്ട മാഷേ, നഷ്ടക്കച്ചവട. മോൻ പോയിട്ടേ ഏതേലും അച്ചായത്തിക്കുട്ടിയുടെ കാശുള്ളവരെ കണ്ടുപിടിക്കും. മാഷിന്റെ പ്രശ്നങ്ങളൊക്കെ അത് തീരും. ഒരു NRI പയ്യന് നാട്ടിൽ എന്നാ ഡിമാൻഡാ. എന്നിട്ട് 5-6 പിള്ളേരുമായി സുഖമായിട്ട് ജീവിക്കും. ഇനിയിപ്പോ എപ്പോഴേലും ചാവാൻ തോന്നുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി സംഘടനകളുണ്ട്, അവരുടെ നമ്പറിലോട്ട് വിളിച്ചാൽ മതിട്ടോ. ഞാൻ നമ്പർ ചോദിച്ചാൽ താൻ തരും? നമ്പർ ചോദിക്കില്ല, തരില്ല. സോൾട്ട് ആൻഡ് പെപ്പറിലെ ആസിഫിനോടുള്ള ഡയലോഗാ. എനിക്കറിയാം തരില്ല. ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ നമ്പർ ഈ കാർഡിൽ വിളിക്കണം. വിളിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കാൻ വേണ്ട. ബൈ. കാണാട്ടെ. സെയ്റ സത്യമോ മിഥ്യയോ എന്നതിലല്ല, എല്ലാം പങ്കിടാവുന്ന നമ്മിലെ ആ പ്രിയ സുഹൃത്തിനെ നാം തന്നെ കണ്ടെത്തുന്നതിലാണ് നമുക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയുക. നമുക്ക് സുന്ദരമായി ജീവിച്ചു മരിക്കാം, മിന്നാമിനുങ്ങുകളായി പുനർജനിക്കാം. Greetings from the Indian Consulate in Dubai. Every time an individual gives or decides to give up his or her life, it is not end of the story. The suffering which remains after that, the pain which is borne by the near and dear ones, the friends, relatives, that's a very, very cruel pain. May I also remind about the Indian Workers Resource Center, which is sponsored by the Government of India out of Dubai. It's a resource center which has helplines, which is 800-46342. Remember, suicides is a permanent solution to a temporary problem. You are a gift given by God to your parents, and you have no right to take it away. Don't even think about it. Let's fight it together. Get in touch with the Consulate General of India, Dubai. Get in touch with the Indian Community Welfare Committee, or get in touch with any of us, and we have special numbers, so please use them. The slightest idea if you have, please wipe it away.